ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. തകർച്ചയുടെ വക്കിൽ നിന്നും കർത്താവ് ഇന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ പോകുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുത മധ്യസ്ഥത്തിലൂടെ ഇന്ന് നിങ്ങൾ കർത്താവിന് സാക്ഷ്യം പറയുന്നവരായി അവിടുന്ന് മാറ്റും. ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവസന്നിധിയിൽ നിന്നും നിങ്ങൾക്കാവശ്യമായ നിയോഗങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ദിവസമാണ്. ഇന്ന് എല്ലാ കാര്യത്തിനും വേണ്ടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇന്ന് നിങ്ങളുടെ യാത്രകളിൽ കർത്താവ് കൂടെയിരുന്ന് എല്ലാത്തിനും വിജയം നൽകി നിങ്ങളെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിത സ്ഥാനത്ത് നിങ്ങളെ ഉറപ്പിക്കുന്നതിനും വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ കർത്താവ് ഒരു പുതിയ വഴി തുറക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ആദ്യമായി ഇന്ന് ജോലിക്ക് കയറാൻ പോകുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്ന ചില വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കർത്താവ് മാത്രമാണ് എന്ന വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ അത്ഭുത ഇടപെടൽ ഇന്ന് നിങ്ങൾ കണ്ടിരിക്കും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായം ഇന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 135 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ, അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവ് യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു. കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയും ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ്. മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ്. അവിടുന്നാണ് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചത്. അവിടുന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ ഫറവോയ്ക്കും അവൻ്റെ ഭൃത്യർക്കും എതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റാൻ ഇന്ന് നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഞങ്ങൾക്കെതിരെയുള്ള സകല ശത്രുക്കളെയും ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിജയം കർത്താവിൽ നിന്നുമാണല്ലോ. ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ വിജയിക്കുവാനായി നിന്റെ കയ്യൊപ്പ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് നേരെ അയച്ച് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസങ്ങളും നീക്കി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ചൊല്ലിത്തീരും മുൻപ് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നതിന് വേണ്ടി കർത്താവേ,
ഞാൻ വിശ്വാസത്തോടെ കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ വേദന കാരണം, കാലിൻ്റെ വേദന കാരണം, മുട്ട് വേദന കാരണം നടക്കാൻ കഴിയാതെ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനും രക്ഷകനുമായി ഇന്ന് അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സകല അന്ധകാര ശക്തികളെയും, ഇന്ന് ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. കർത്താവേ, നിനക്ക് എല്ലാം സാധ്യമാണ്. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും അഭയം തേടുന്നു. കർത്താവേ, ഇന്ന് നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ ഇന്ന് നിറവേറ്റിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിൻ്റെ മേലും സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലും നീ പ്രവർത്തിക്കണമേ. ഈ പ്രാർത്ഥന കാണുകയും മുടങ്ങാതെ കേൾക്കുകയും അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ നീ അത്ഭുതകരമായി രക്ഷപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും പ്രാർത്ഥനാ സഹായം നൽകാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ കൈവിടില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ തന്നെ നീ ഞങ്ങൾക്കായി വെച്ചിരിക്കുന്ന അനേകം കൃപകളെ, അവകാശങ്ങളെ കർത്താവേ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ നാമം ഇന്ന് ഞങ്ങളിൽ പ്രശോഭിപ്പിക്കണമേ. ദൈവമേ, ഇന്ന് നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ സകല നന്മകളാലും ഇന്ന് നീ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഇത് പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുത മധ്യസ്ഥതയിലൂടെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കർത്താവേ ഉത്തരം നൽകണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുണയോടെ ഞങ്ങളെ നീ കാക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവയ്ക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതലായി ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ ഉദ്യമങ്ങളിൽ ഇടപെട്ട് നിന്നെ സഹായിക്കട്ടെ. ഇന്ന് നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരട്ടെ. നാളുകളായി നീ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് കർത്താവ് ഒരു വലിയ തീരുമാനം എടുക്കും. അത് നിന്റെ നന്മയ്ക്കു വേണ്ടി ആയിരിക്കും. ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന മറ്റെല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇന്ന് സാധിച്ചു തരും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.